ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം, അങ്ങനെ ഈ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പേജുകൾ കൂടിയുണ്ട്. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അവിടെയും ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്ക്ലി അനാലിസിസ് എപ്പിസോഡുമായിട്ടാണ്. എപ്പിസോഡ് നമ്പർ 8. ഡേ 65 മുതൽ 70 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ബിന്നിയാണ് ഈ ആഴ്ച എവിക്റ്റായിരിക്കുന്നത്. എന്താണ് ബിന്നിയുടെ എവിക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. സബുമാൻ വീണ്ടും തുടരുകയാണ് ഇവിടെ. സബുമാൻ തുടരും, അതാണ് BB7 ആപ്തവാക്യമായിട്ട് നമുക്ക് പറയാവുന്നത്. ബിന്നി എവിക്റ്റ് ആവേണ്ടിയിരുന്ന ഒരു പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല എന്നാണ് എനിക്ക് തോന്നി. ഇപ്പം സബ്മാനൊക്കെ നിൽക്കുമ്പോൾ ബിന്നി എവിക്റ്റ് ആവേണ്ടിയിരുന്നതല്ല. ബട്ട് ബിന്നി ഒരു കൊള്ളാം, നല്ലൊരു പ്ലെയർ ആയിരുന്നു. കുത്തിത്തിരിപ്പിൻ്റെ രാജകുമാരി ബിന്നി 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 തിളങ്ങുന്നു. കുത്തിത്തിരിപ്പിൻ്റെ എന്താണെങ്കിലും കുത്തിത്തിരിപ്പ് എന്നൊക്കെ പറയുമെങ്കിലും നല്ല ഒരു പ്ലെയർ തന്നെയായിരുന്നു ബിന്നി. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കോണ്ടൻ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. കുത്തിത്തിരിപ്പ് എന്ന് വിളിക്കുന്നത് തീർച്ചയായും ഇത് എന്താ പറയുന്നത്, ഇപ്പം നമ്മുടെ റെന ഫാത്തിമ അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ബിന്നി അവരുമായിട്ടുള്ള ടോക്ക്, പിന്നെ ആര്യൻ ജിസൈൽ വിഷയത്തിലോ നീലോ ഒക്കെ ആയിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേര് നമുക്കും തോന്നും. ബട്ട് ദാറ്റ് വാസ് ഹർ ഗെയിം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതരം കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോയ ആളൊന്നുമല്ല. അപ്പം പിന്നെ ഷാനവാസിനൊക്കെ ഇത്രയധികം എക്സ്പോസ്ഡ് ആവാനായിട്ടൊക്കെ ഒരുപാട് കാരണം ആയത് ബിന്നിയുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ കാരണമാണ്. ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയുമൊക്കെ ഷാനുക്കയായിരുന്നു താരം. ഷൊണ്ണയായി മാറിയ സീരിയൽ താരം ഷോനവാസ്. ഒറ്റ ഒരാൾ കാരണം ആകപ്പാടെ ഈ ബിഗ് ബോസ് സീസൺ 7 ചരിത്രത്തിൽ നമുക്ക് ആകപ്പാടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു എപ്പിസോഡായിരുന്നു ആ സീക്രട്ട് ടാസ്ക് കൊടുത്ത എപ്പിസോഡ്. അതും കൊളാക്കി കൈ കൊടുത്തു. താൻ ഒരു ഗെയിമർ എന്ന നിലയിലും ബിഗ് ബോസ് ഹൗസ് മേറ്റ് അല്ലെ കണ്ടസ്റ്റൻ്റ് എന്ന നിലയിലും ലോക പരാജയമാണെന്ന് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു ഷോനവാസ്. അയ്യോ, എന്തായിരുന്നു ഷോ! എന്താണ് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് അറിയത്തുപോലും ഇല്ല. ഞാൻ ബിഗ് ബോസ് തന്നെ കണ്ടിട്ടില്ല. റീൽസിലൊക്കെ മാസ്സായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ മീശയൊക്കെ പിരിച്ചുള്ള ഐറ്റമൊക്കെ. എന്തൊരു പരാജയമാണ്! ഒരു ഷോയിലേക്ക് നമ്മൾ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടില്ല. ഇപ്പം പണ്ടൊക്കെ ഇപ്പോൾ ബിഗ് ബോസ് ഗെയിമുകളുടെയൊക്കെ ഒരു ഡെവലപ്മെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടൊക്കെ ബിഗ് ബോസ് ഫുള്ള് സീസണൊക്കെ കണ്ടിട്ട് അരച്ച് കലക്കി കുടിച്ച് വന്നിരിക്കുകയാണ്. എന്നിട്ട് പഴയ ഇതൊക്കെ പറയുന്നൊരു നെഗറ്റീവായിട്ടായിരുന്നു ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഇതൊന്നും അറിയാതെ റിയലായിട്ട് വന്ന് ഒറിജിനലായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെയായിരുന്നു പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ആളുകൾ പ്രിഫർ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ആ ഷോ എന്താണെന്ന് കണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ആയിട്ട് വേണം മിനിമം കണ്ടസ്റ്റൻസ് വരാൻ എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അത് നല്ലൊരു ഓഡിയൻസ് എന്നുള്ള നിലയിൽ നല്ലൊരു മുന്നേറ്റമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ഇതൊന്നും കാണാതെ ഇവിടെ വന്നിട്ട് സീക്രട്ട് ടാസ്ക് എന്താന്ന് പോലും അറിയില്ല. എന്നാലും അത് നല്ല വൃത്തിയായിട്ട് ആര്യൻ, അക്ബർ, ലക്ഷ്മി, സാബുമാൻ, ബിന്നിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്ത ഒരു സാധനമാണ്. അത് കൊണ്ടുവന്നിട്ട് എല്ലിൻ്റെ കഷ്ണം കാണിക്കുന്നു, എന്തെല്ലാം തെളിവുകൾ കാണിക്കുന്നു. അതിൻ്റെ ഇടയിൽ ആര്യൻ്റെ കയ്യിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എന്തോ സാധനം ഉണ്ടെന്ന് അതില നോറയുടെ അടുത്ത് പോയി പറയുന്നു. അതൊരു ഡാർക്ക് ഹ്യൂമറായിട്ട് നെറ്റിലിങ്ങനെ ഒരു കമൻ്റായിട്ട് ഞാനിങ്ങനെ കണ്ടായിരുന്നു. ഷാനവാസ് ആര്യൻ്റെ കയ്യിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എന്തോ ഉണ്ട്. ഓ മൈ ഗോഡ്! അത് എപ്പിസോഡ് കണ്ടപ്പോൾ ഞാനത് നോക്കിയില്ല. ഈ കമന്റ് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈശ്വര എന്താണെങ്കിലും അത് എന്താണെന്ന് കാണിക്കാൻ പറയുന്നു. എന്ത് കാര്യത്തിന് ഇതൊക്കെ കാണിച്ചിട്ട് എന്താണ്? എന്നിട്ട് അത്
അത് എന്തോ പു ആര്യനെന്തോ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം പുള്ളി അതിന് കൊളമാക്കാൻ നോക്കിയത്. സീക്രട്ട് ടാസ്ക് നിന്ന് ബിഗ് ബോസ് കൊടുത്തതല്ലേ. അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ഇപ്പം അറ്റ്‌ലീസ്റ്റ് ആ കൂട്ടത്തിൽ കൂടി നിന്നിട്ട് അവർക്കെതിരെ ഗെയിം കളിക്കുമായിരുന്നെങ്കിലും അതാണെങ്കിലും മതിയായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സീക്രട്ട് ടാസ്ക് എന്ന് പറയുമ്പോൾ പൊളിക്കാനായിട്ട് അകത്ത് അവരുടെ കൂടെ നിന്ന് തന്നെ പൊളിക്കാനായിട്ട് ശ്രമിക്കായിരുന്നു. അത് ചെയ്തില്ല. ലക്ഷ്മീനെ കൺവിൻസ് ചെയ്യാൻ പോയപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ അവരെങ്കിൽ കഴിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നന്മ വരെ എന്നാണേലും ലക്ഷ്മി വരെ കൺവിൻസ്ഡ് ആയി. നന്നായിട്ട് ചെയ്തു അവരെല്ലാം. നല്ല രീതിയിൽ നല്ല രസമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു എപ്പിസോഡായിരുന്നു. അതിൻ്റെ അവസാനം കൊണ്ടുവന്ന് ഈ മനുഷ്യൻ ഒറ്റയൊരാൾ കാരണം അത് കൊളാക്കിയെടുത്തു. വളരെ മികച്ച ഒരു ആദ്യമേ തന്നെ പോയി ഈ പെങ്ങളുട്ടിയോടൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. എന്ത് കാര്യം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തൊരു ദുരന്തമാണ് ഇയാളെന്നുള്ളത്. അതും അക്ബർ ഷാനവാസിനെ സജസ്റ്റ് ചെയ്തത് അയാൾ ടാസ്ക്ന്ന് വരുമ്പോൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും അയാൾ, അങ്ങനെ ഇത് പോയി പറയില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ. മാത്രമല്ല അക്ബറിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അത് ഇപ്പം അനിമോൾ, ആദില, നൂറ എന്ന് ആരെങ്കിലും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഒരാൾ കൂട്ടത്തിൽ എപ്പോഴും അടയും ചക്കരയും പോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതിലൊരാൾ മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ അവരെന്തായാലും സംശയിക്കും. ഷാനവാസ് മാറി നിന്നാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആംഗിളിലാണ് ചിന്തിച്ചത്. പക്ഷെ ഞാനത് നെവിന് കൊടുക്കണം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മാത്രമല്ല, കണ്ടിട്ടുള്ള നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരും നമ്മളെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാവും നെവിന്. കാര്യം ഫുഡെന്ന് പറയുമ്പോഴും അത് ഒളിച്ച് കടത്താനും വിഴുങ്ങാനും ഒക്കെ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തി നെവിൻ തന്നെയാണ്. ആര്യൻ പറഞ്ഞ റീസണിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ അവിടെ കാണുമ്പോൾ ഫുഡ് കാണുമ്പോൾ കിടന്ന് കാറും ആ ഒരു പരിപാടി ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഞാനതിനെ ചൂസ് ചെയ്യാഞ്ഞതെന്നുള്ള രീതിയിലാണ്. പക്ഷെ അതൊരു വരട്ട് ന്യായമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആക്ച്വലി ആര്യം വരെ കൺവിൻസ്ഡ് ആയി ഓക്കെ നെവിനെ വിളിക്കാം എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും അക്ബർ പോയി ഷാനവാസിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടാണ് അവർക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ലാതായി പോയത്. എങ്കിലും ഷാനവാസ് അത് വിശ്വസിക്കാതിരുന്നപ്പോൾ വേണമെങ്കിൽ അവർക്ക് കൺവിൻസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കി. അതൊരു പ്രാങ്കാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ശ്രമിക്കാമായിരുന്നു. ഇയാൾ എന്തായാലും പോയി അവരെല്ലായിടത്തും പോയി പറയുവാണെങ്കിൽ അവർക്കൊരു ഡേഞ്ചർ ഉണ്ടല്ലോ. എങ്കിലും അവർ വേണമെങ്കിൽ നെവിനുമായിട്ട് പ്രൊസീഡ് ചെയ്യാമായിരുന്നു. ബട്ട് ദേ ട്രസ്റ്റഡ് ഹിം ആൻഡ് അതിൻ്റെ പരിണിതഫലം അവരനുഭവിക്കുകയും ചെയ്തു. പക്ഷേ ബിഗ് ബോസ് അതിന് സാബു മോനെ അകത്തേക്ക് കൊണ്ടുവരാനുള്ളത് കൊണ്ട് അവർ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുമോയെന്ന് ചോദിക്കുകയും അവരതും വളരെ സാഹസികമായി ചെയ്തു തീർത്തു. അതും ബുദ്ധിപരമായിട്ട് നമ്മുടെ ആര്യൻ്റെ ഡ്രസ്സ് എടുത്ത് പുള്ളിക്ക് ഇട്ട് കൊടുത്ത്. പക്ഷേ വേണമെങ്കിൽ ഒന്ന് സ്വിച്ച് ചെയ്തിരുന്നത്, അതായത് അക്ബർ ആണെന്നുള്ള രീതിയിൽ സാബുമോൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് ആര്യൻ നടന്നു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വർക്കായേനായിരുന്നു. പക്ഷേ അത് അനുമോൾ വളരെ വിദഗ്ധമായി കണ്ടുപിടിച്ചു. ആ ഒരു കാര്യത്തിൽ അനുമോളെ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. അനുമോൾ CID അനുമോൾ അത് കണ്ടെത്തുകയും എന്നിട്ട് അവിടെ കിടന്ന് ഷോനവാസിൻ്റെ വക ഷോയൊക്കെ എന്ത് കാര്യത്തിനാണോ എന്തോ. എന്നിട്ട് ഇതിനേക്കാളൊക്കെ വലിയ കോമഡി, താനൊരു ലോക പരാജയമാണെന്ന് വീക്കെൻഡിൽ വന്നിട്ട് തെളിയിച്ച് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി അവിടെ ഇരുന്നുകൊണ്ട് ഇത് അക്ബറിനോട് ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞു, എനിക്ക് എന്താണേലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഇയാളൊരു ലോക പരാജയമാണെന്നുള്ളത് നാട്ടുകാരെല്ലാം കണ്ടല്ലോ എന്നുള്ള രീതിയിൽ അയാൾ എക്സ്പോസ്ഡ് ആയല്ലോ എന്നുള്ള രീതിയിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്മി പറയുന്നത് അക്ബറിൻ്റെ പ്ലാൻ ആയിരുന്നു ഇതെല്ലാം. എന്ത് ഷാനവാസിനെ ഇങ്ങനെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഷാനവാസ് ഇങ്ങനെ ചെയ്യും, അപ്പം ഒരു ദുരന്തമായി ഷാനവാസ് അറിയപ്പെടും എന്നുള്ളത് അക്ബറിൻ്റെ കുടില പ്ലാനായിരുന്നു. അത് കണ്ണും അടച്ച് ഇയാൾ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ താനൊരു ലോക പരാജയമാണെന്ന് സ്വയം സമ്മതിച്ചു തരുന്ന ഒരു വ്യക്തി. എനിക്കറിയാൻ പാടില്ല, ഇങ്ങനെയൊക്കെ എന്നിട്ട് വലിയ മാസ് ഗെയിമറാണെന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഇതൊരു പരാജയം. ഇത്രയും കാലമായിട്ടും ആദ്യത്തെ ദിവസത്തെ പുകഞ്ഞ കൊള്ളി തൊട്ട് തുടങ്ങിയതാണ്. എന്ത് പറഞ്ഞാലും അക്ബറാണ് അതിന് കാരണം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന പോലെയാണ് അക്ബർ ഈ ഗെയിമിൽ നിന്ന് പുറത്താവണം എന്നുള്ള രീതിയിലാണ് ഷാനവാസിൻ്റെ ഇത്. എല്ലാവരുടെ അടുത്തും പോയി അക്ബർ കുത്തിത്തിരിപ്പാണ്, അതാണ് ഇതാണ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നു. അക്ബറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാനി ശരത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അക്ബറിനൊരു ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പാനി പോയതോടെ പിന്നെ അക്ബറിൻ്റെ ഗ്യാങ്ങിലുള്ള പകുതി മുക്കാലും പേരുമായിട്ടൊക്കെ ഒരു ഇതായിട്ട് മാറി. അങ്ങേര് പറഞ്ഞ അത്രയും ഇവർ ആരോപിക്കുന്ന അത്രയും കാര്യങ്ങളൊന്നും പുള്ളി ചെയ്യുന്നില്ല. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ അവിടെ വേറെ എന്തോ ചെയ്യാനുള്ള വേറെ ഒരു ആളും ഇല്ല. അപ്പം
സ്വാഭാവികമായും ലക്ഷ്മി അപ്പം എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഒരു കാര്യമില്ല. എന്താ തലയും വാലും ഒന്നും അറിയണ്ട. അങ്ങോട്ട് പോയിട്ട് ഇടിച്ച് കയറുന്ന പരിപാടിയാണല്ലോ ലക്ഷ്മിയുള്ളത്. ലക്ഷ്മീനെ ആരും കുത്തിത്തിരിപ്പെന്ന് വിളിക്കുന്നില്ലല്ലോ. ലക്ഷ്മി പോയി ഇവരുടെ അടുത്ത് സംസാരിക്കും. ഇപ്പം ഷാനവാസിൻ്റെ അടുത്ത് ഇക്കണ്ട അടി, എടി പൊടി എന്നൊക്കെ വിളിച്ചതിൻ്റെയൊക്കെ പേരിൽ അടിയുണ്ടാക്കിയ ലക്ഷ്മി നോമിനേഷൻ്റെ സമയത്ത് ജയിൽ നോമിനേഷനാണെന്ന് തോന്നുന്നു. അതിൻ്റെ സമയത്താണ് ഈ അക്ബറിനെ പറ്റിയിട്ട് അതായത് ഷാനവാസാണെങ്കിൽ പോലും ഷാനവാസ് ഭയങ്കര സ്നേഹമുള്ളവൻ അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ അക്ബറാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം ഷാനവാസ് വരെ ഞെട്ടിപ്പോയി. അത് തന്നെ പിന്നെ വീക്കെൻഡ് ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ടും ഇങ്ങനെ ഒരു ഇതൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിക്ക് പോയി കൈയൊക്കെ കൊടുക്കുന്നു. ലക്ഷ്മി അതിൻ്റെ ഇടയും കൂടെ പണിയുന്നുണ്ടെന്നുള്ളത് പോലും മനസ്സിലാക്കാനായിട്ടുള്ള ബോധം പോലും ഇല്ല. ഇങ്ങേരൊക്കെ അവിടെ ഉണ്ടായിട്ടെന്ത് ഇല്ലെങ്കിലെന്ത് പിടിച്ച് പുറത്താക്കുക എന്നുള്ളതല്ലാണ്ട് എന്തു കാര്യം ഇതിനൊക്കെ. അവിടെ അങ്ങനെ ഇരിക്കുക ഒരു കാര്യമില്ലാതെ. എന്താണ് ഈ ടാസ്ക് കൊളാക്കിയതോടെ നമ്മുടെ കംപ്ലീറ്റ് ഇതും പോയി കിട്ടി. പിന്നെ അതിന് പുറമെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും അക്ബറിൻ്റെ മാനിപ്പുലേഷൻ ആണെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ നോമിനേഷനിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീക്കെൻഡ് വന്നിട്ട് ഇത് ക്ലിയർ ആക്കി കൊടുത്തില്ല. അക്ബറിന് സത്യം പറഞ്ഞാൽ 2 വീക്കെൻഡുകളിലും അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് വീക്കെൻഡുകളിൽ ഇപ്പം അക്ബറിനെ കൂടുതൽ ഫേവർ ചെയ്തുകൊണ്ട്, അല്ല ഫേവർ ചെയ്യല്ല, അക്ബറിൻ്റെ ഭാഗത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് പോകുന്നത്. പക്ഷെ എന്നിട്ടും വീട്ടുകാരെല്ലാം ഇപ്പോഴും അക്ബറിനെതിരായിട്ട് തന്നെയാണ്. സാബു മോൻ ആണെങ്കിൽ, അല്ല സാബു മാൻ, സോറി, സാബു മാൻ ആണെങ്കിലും ഇന്നിപ്പം നോമിനേറ്റ് ചെയ്തപ്പോഴും അക്ബറിനെയാണ് കുത്തിത്തിരിപ്പ് എന്നുള്ള രീതിയിലാണ്. അവൻ അക്ബറിനെ തന്നെയാണ് ടാർഗറ്റ്. എന്നിട്ട് അതിന് പുറമെ കഴിഞ്ഞ തവണ ഇവൻ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നുള്ള രീതിയിൽ അക്ബറിനൊരു ടാഗ് ലൈൻ കൊടുത്തതിനെ പറ്റിയിട്ട് പുള്ളി അത് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയ അക്ബറിനെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നു. കാര്യം പുള്ളി ഇമേജ് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ നിന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ പോയി ക്ലിയർ ചെയ്യാൻ പോയി ശ്രമിക്കത്തില്ലേ? അതും എടുത്തിട്ടു. മിടുക്കനാണവൻ. അത് നല്ലൊരു മികച്ച ഒരു ഇതാണ്. അവൻ അക്ബറിനെ വിടാൻ ഉദ്ദേശമില്ല എന്താണെങ്കിലും. അപ്പം അങ്ങനെ പിന്നെ ലാലേട്ടൻ്റെ വീക്കെൻഡ് പെർഫോമൻസ് ശരിക്കും നല്ല രീതിയിലായിരുന്നു. ഷാനവാസിന് നല്ല വയറ് നിറച്ച് കൊടുത്തു. അതിന് പുറമെ അനീഷിന് കൊടുത്തു. PR-ൻ്റെ ഇത് പറഞ്ഞിട്ട് അനീഷ് ബിഗ് ബോസ് 3 ദിവസം മുമ്പാണ് വിളിച്ചതെന്ന് പറഞ്ഞത് 12 ദിവസം മുമ്പേ നിന്നെ വിളിച്ചതല്ലേ എന്നുള്ള 12 14 ദിവസം മുമ്പ് നിന്നെ വിളിച്ചറിയിച്ചതല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് PR-ആണ് ഇത്തവണ ഒരു വലിയ സംഭവമായിട്ട് വന്നു. കഴിഞ്ഞ തവണ PR-ൻ്റെ ആ ഒരു കാര്യം ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം അനുമോളുടെ PR-ൻ്റെ ഒരു കഴിഞ്ഞ ഒരു ഇത് ഉണ്ടായിരുന്നു. പുള്ളി PR അല്ല, പുള്ളി ORM ആണ്, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ഇതെല്ലാം ഒരു കുടക്കീഴിൽ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. PR-ൻ്റെയും ഇതിലിപ്പം ഞാൻ PR അല്ല, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റാണ്, സോഷ്യൽ മീഡിയ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള അതിനും PR-ൻ്റെ അകത്ത് അതും ഒരു ഭാഗമായിട്ട് വരും. ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ അതും മറ്റുള്ള ഈ നമ്മുടെ ക്ലയൻറ്റിൻ്റെ റെപ്യൂട്ടേഷൻ സംരക്ഷിക്കുക, അത് ആണല്ലോ PR-ൻ്റെ ഒരു ഉദ്ദേശം. അതിന് പുറമെ മീഡിയ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഉള്ള സംഭവങ്ങൾ ഇതെല്ലാം വരും. ബേസിക്കലി ഇതെല്ലാം വരുന്നത് എങ്ങോട്ടാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ എത്തിക്കൽ PR ആണോ നോൺ എത്തിക്കൽ PR ആണോ, അതായത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ റെപ്യൂട്ടേഷൻ മാത്രം സംരക്ഷിക്കാൻ നോക്കുക എന്നുള്ളത് ഒരു സൈഡിൽ, മറ്റുള്ള ഓപ്പോസിറ്റ് പാർട്ടിയുടെ റെപ്യൂട്ടേഷൻ മാക്സിമം ഇടിച്ചു താഴ്ത്തുക, സൈബർ ബുള്ളിയിങ് ചെയ്യുക, പിന്നെ ഈ വോട്ടിലെ കൃത്രിമത്വം കാണിക്കുക, ബോട്ടുകളെ വെച്ച് വോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് എത്തിക്കലായിട്ടുള്ള PR-ൻ്റെ പരിപാടിയല്ല. അപ്പം PR എന്നുള്ളത് മോശമല്ല, അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. അനീഷിൻ്റെ കാര്യം അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ അതിലെ പറഞ്ഞ പോലെ പാഠം തീരെഴുതി കൊടുത്തു വല്ലതും ചെയ്തോ, അതറിയാൻ കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കും. ഈ പറഞ്ഞ പോലെ ORM ആയിരിക്കും പുള്ളിയുടെ ചേട്ടൻ തന്നെ, എന്താ പറയുന്നത്, അവരുടെ ചാനലുകളിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുക്കുക. ഇപ്പോൾ PR-ൻ്റെ കാര്യം വന്നപ്പോൾ അവർ കുടുംബത്തോടെ വന്ന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ സോഷ്യൽ മീഡിയ പേജ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അനീഷ് ഇവിടെ ഇറക്കുന്നത് ഒരു കോമണർ കാർഡ് എന്നുള്ള ഒരു കാർഡായിട്ടാണ്. അങ്ങേരെ ഒരു ഇപ്പം ഇവിടെ ഞാനും പണ്ടത്തെ ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്തെങ്കിലും ഒരു കോമണറിനെ എടുത്തുകൂടെ. നമ്മുടെ ഗോപികയൊക്കെ വരുന്നതിന് മുന്നേ കേട്ടോ, ആ സീസൺ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടും ഏതോ ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കോമണറായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരാൾ. ഇപ്പോൾ ഓൾറെഡി ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവർക്ക് ഓൾറെഡി ഫെയിം ഉണ്ടല്ലോ, അവരെക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കല്ലേ അവസരം കൊടുക്കേണ്ടതെന്നുള്ള ഒരു രീതിയിൽ ആംഗിളിൽ ഞാനും പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ ഷോ കാണുന്തോറുമാണ് നമുക്ക് മനസ്സിലാകുന്നത്, പല പല ടാസ്കുകൾ വരുമ്പോഴും ഇവിടെ നമ്മളെ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള ഒരുപാട് ടാസ്കുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പം മറ്റേ ഹോട്ടൽ ടാസ്ക് ആണെങ്കിലും ക്യാരക്ടറായിട്ട് മാറിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള ടാലൻ്റ് ഉള്ള ആൾക്കാർ വേണം, ഒരു മീഡിയ ട്രെയിനിങ് ഉള്ള ആൾക്കാർ വേണം.
അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ സീരിയൽ താരങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എടുക്കുന്നത്. ജനങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊടുക്കും. ഇത്തരം കഴിവുകളുള്ള സാധാരണക്കാരുണ്ടെങ്കിൽ അവരെ അതിനകത്ത് എടുക്കാം. കുഴപ്പമില്ല. ഇപ്പം മറ്റേ ഇതില് പലരെ ആൾക്കാര് ഇപ്പം നെവിനെ ഒന്നും നമുക്കറിയത്ത് പോലുമില്ല. ലക്ഷ്മിനെ നമുക്കറിയത്ത് പോലുമില്ല. ഈ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരിയുടെ പടം തന്നെ റിലീസാവുന്നത്. നെവിനെ എനിക്കറിയാൻ പാടില്ല. ആദില നൂറേനേയും എനിക്കറിയാൻ പാടില്ലായിരുന്നു, ഉള്ള കാര്യം പറയാലോ. ഇത് ഇവരുടെ ഈ ലെസ്ബിയൻ കപ്പിൾസ് വിവാഹത്തിൻ്റെ എന്തോ എവിടെയോ കണ്ട പോലെ ഒരു ഓർമ്മയുണ്ട്. കോർട്ടിൽ എന്തോ ഇതുപോലെ അതെന്തോ എവിടെയോ കേട്ട പോലെ ഓർമ്മയുണ്ടെന്നുള്ളതല്ലാണ്ട് ഇവരാണെന്നുള്ള രീതിയിൽ പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഇവരെ ഞാൻ കാണുന്നത്. ഈ പറഞ്ഞ രുദ്രൻ, ഷാനവാസിനെ എനിക്കറിയാൻ പാടില്ലായിരുന്നു. കാര്യം ഞാൻ സീരിയൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ സീരിയൽ പ്രേക്ഷകനല്ലാത്തതുകൊണ്ട് ഈ ഒരു വിഷയം അറിയത്തില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ഇപ്പം നമ്മുടെ UDC കുമാരിയാണെങ്കിലും അവർക്കൊക്കെ രുദ്രനെ അറിയാം. കാര്യം ഒരുപാട് ഗേൾ ഫാൻസൊക്കെ രുദ്രൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ, സ്ത്രീ ആരാധികമാർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ്സുകളിലും കോളേജിലൊക്കെ ഈ പറഞ്ഞ പോലെ പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജെയിംസ് ബോണ്ടിനും അറിയാം രുദ്രനെ. അപ്പോൾ എനിക്കറിയാൻ പാടില്ലായിരുന്നു ഷാനവാസിനെയൊക്കെ. പിന്നെ അക്ബറിനെ എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് എനിക്ക് ആകെപ്പാടെ അറിയാവുന്നത് അനുമോളെ മാത്രമേ എനിക്കറിയാവുന്നുണ്ടാവുള്ളൂ. പിന്നെ ബെന്നിനെ എനിക്കറിയാൻ പാടില്ല. ഒനീലിനെ അറിയാൻ പാടില്ല. ഇവരെ ആരെയും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കിതിൻ്റെ അകത്തുള്ള ഒരു ഉം, എന്താ പറയുന്നത്, ഒരു 90% ആളുകളും പുതുമുഖങ്ങൾ തന്നെയായിരുന്നു. ആകെപ്പാടെ എനിക്ക് അനുമോളെ മാത്രമേ അറിയുള്ളൂ. കാര്യം അനുമോൾ ഈ പറഞ്ഞ പോലെ മറ്റേ സ്റ്റാർ മാജിക്കിൻ്റെ ഇതിലൊക്കെ ആയിട്ടൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ട്. സ്റ്റാർ മാജിക് ഞാൻ അവരുടെ ഷോ ഒന്നും കണ്ടിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും റീലോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് അനീഷിന് ഞാൻ മാത്രം ഒരു കോമണർ എന്ന് പറയുന്നതിനോട് വലിയ അർത്ഥമൊന്നുമില്ല. കാര്യം ഇതിൻ്റെ അകത്ത് പുള്ളിയും സെൽമി ദ ആൻസർ അല്ല അങ്ങനെയുള്ള ഷോകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്, എഴുത്തുകാരനാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. കാര്യം അല്ലെങ്കിലും ഒരു സാധാരണക്കാരനെ ഇങ്ങനെ ബിഗ് ബോസ് ഇപ്പോൾ വീട്ടിൽ വന്ന് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവരുടെ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റീലുകൾ ചെയ്തവർ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളവർ ഇവരും എല്ലാം സാധാരണക്കാരൊക്കെ തന്നെയാണ്. ഇപ്പം ഞാനും യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. എന്നെ ഒരു മനുഷ്യനറിയാവോ? ഇല്ല. എൻ്റെ മുഖം പോലും കാണിക്കുന്നില്ല. അത് വേറെ കാര്യം. എന്നാലും നമ്മളൊന്നും ആർക്കും അറിയില്ല. അപ്പം നമ്മൾ സാധാരണക്കാരനല്ലേ. ആ ഒരു ഇതിൽ വരുന്നതല്ലേ. അപ്പം അങ്ങനെ സാധാരണക്കാരെന്ന് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെയുള്ള ഓരോരോ പരിപാടികളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ നമ്മൾ നോക്കി തിരഞ്ഞെടുക്കുക. അവരുടെ കഴിവുകൾ നോക്കിയിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അനീഷിൻ്റെ ആ ഒരു കോമണർ കാർഡ് ഇതിനകത്ത് ആരും അനീഷ് വന്ന തുടക്കം വന്ന ദിവസം തൊട്ട് തന്നെ നിങ്ങൾ സെലിബ്രിറ്റീസാണ്, ഞാൻ സാധാരണക്കാരനാണെന്നുള്ളൊരു കാർഡ് പുള്ളി ഇറക്കുന്നുള്ളതാണ്. കുറേ നാളില്ലായിരുന്നു. കാര്യം ഇവരാരും പുള്ളിയോട് ആ ഒരു വിവേചനം കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാർഡ് വീണ്ടും എടുത്തിരുന്നത് ഒരു ചീഞ്ഞ പരിപാടിയാണ്. അപ്പോൾ അത് സാബു മോൻ വന്നപ്പോഴത് ചോദ്യം ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഈ സീസൺ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ റോസ്റ്റിംഗ് ഒന്നും പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഒരു ചെറിയ രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ലക്ഷ്മിയോട് പറഞ്ഞു ഒരു ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കാതെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു ക്ലൂ ഒക്കെ കൊടുത്തിട്ടാണ് പോയത്. പിന്നെ പുള്ളി പോകാൻ നേരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഓപ്പോസിറ്റ് ബെഡിൽ കിടക്കുന്ന ആൾക്കാർ പുള്ളിയുടെ സീസണിൽ എവിക്റ്റായി പോയിക്കൊണ്ടിരുന്നു. ഈ സീസണിൽ ഇപ്പം ഇതിൽ ബെന്നിയാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് ബെന്നി പോകുമെന്ന് പറഞ്ഞു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. മറ്റൊരു കോയിൻസിഡൻസ് ആയിരിക്കാം. അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഇനി പുറത്തുള്ള ആർക്ക് പുറത്തെ വോട്ടിങ്ങിൻ്റെ ഇത് വല്ലതും പുള്ളി ക്ലൂ കൊടുത്ത രീതിയിലാണോ? എന്താണെങ്കിലും ഒരു ബെന്നി അൺഫോർച്ചുനേറ്റ്ലി പോകേണ്ടി വന്നു. പിന്നെ പിന്നെ ഇന്നത്തെ വേണ്ട ക്യാപ്റ്റൻസി ടാസ്ക് കയറും പിടിച്ചുകൊണ്ട് കുറേ നേരം നടന്ന നെവിന ഇടയ്ക്ക് കയറി കിടന്ന് അതിൻ്റെ ഇടയിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞതുകൊണ്ട് കുറച്ച് നേരത്തേക്കൊരു ഇതുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എന്തൊരു ബോറാണിത്, കയറും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വാല് പോലെ നടക്കും. ഇതാണ് എൻട്രൻസ് ടാസ്ക് ഒക്കെ. മറ്റേ ടിക്കറ്റ് ഫിനാലെ എന്നൊക്കെ പറഞ്ഞ് തമിഴിൻ്റെ അകത്തൊക്കെ മറ്റേ കയറയിൽ മണൽ നിറച്ച ഇത് വലിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ബിഗ് ബോസ് ചുമ്മാ ഒരു കയറും കൊടുത്ത് നിങ്ങളങ്ങ് നടന്നോന്നും പറഞ്ഞുകൊണ്ട് എന്താ പരിപാടി? മറ്റേ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പരിപാടി ഓക്കെ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷെ അവിടെ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാര്യം ആര്യന് നല്ല ഹൈറ്റ് ഉണ്ട്, അനുമോൾക്കാണ് ഹൈറ്റും ഇല്ല. അപ്പോൾ അനുമോളുടെ ലെവലിൽ പിടിച്ചുകൊണ്ട് താന്ന് കുറേ നേരം അങ്ങനെ താന്ന് തന്നെ നിന്നോണ്ടിരുന്നു. പിന്നെ ഒരുപാട് നേരം പറഞ്ഞ് ലക്ഷ്മി അടക്കം പലരും പറഞ്ഞതിന് ശേഷമാണ് അനുമോളൊന്ന് പുറത്താക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ സാബുമാൻ്റെ ഇതിലാണെങ്കിലും ആര്യനെ ഇടയ്ക്ക് കൈ വളഞ്ഞിട്ടുണ്ടായിരുന്നു. സാബുമാൻ കൈ വളച്ച് ഇത് തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത് കുറേ നേരം. അതാരും കണ്ടില്ല. അത് അക്ബർ ചൂണ്ടിക്കാണിച്ചത് പറഞ്ഞിട്ടും പക്ഷേ ആര്യൻ്റെ കൈ വളഞ്ഞത് മാത്രമേ ആദിലയുടെ കണ്ണിൽ പെട്ടുള്ളൂ.
അത് പറഞ്ഞുകൊണ്ട് സാബുമോൻ ഇനിയിപ്പം സാബുമാൻ സോറി സാബുമാൻ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ്. പിന്നെ ഈ ആഴ്ച നോമിനേഷനിൽ ഇല്ലാത്തത് കൊണ്ട് ക്യാപ്റ്റൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പുള്ളിക്ക്. നോമിനേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഫ്രീ ആയേനെ. ആര്യനായിരുന്നെങ്കിൽ ആര്യൻ രക്ഷപ്പെട്ടേനെ. ഇനിയിപ്പം ഈ ആഴ്ചത്തെ നോമിനേഷൻസ് പറയുന്നത് ഇവരിപ്പം തമിഴിൻ്റെ എപ്പിസോഡ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞുള്ളൂ, ഇവർക്കൊന്നും ഇതുവരെ പ്രോപ്പറായിട്ടൊരു നോമിനേഷൻ ചെയ്യാനൊന്നും ഇത്രയും നാളായിട്ടും ഇതൊന്നുമില്ല. ചുമ്മാ പേഴ്സണൽ ഇത് വെച്ചിട്ട് ചുമ്മാ അക്ബറിൻ്റെ ഒക്കെ പേര് വെറുതെ കുറേ കയറി പറഞ്ഞു എന്നുള്ളതല്ലാണ്ട് എല്ലാവരും വരുന്ന രീതിയിൽ ഓപ്പൺ നോമിനേഷൻ വെക്കണമായിരുന്നു അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ ഇനിയും ക്ലോസ്ഡ് നോമിനേഷനൊക്കെ വെച്ചിട്ട് ഇപ്പം എന്തോ കാണിക്കാൻ, ആകെപ്പാടെ ഒരു 10 പേരും ഉണ്ട്. ഇനി എന്തോന്നും ക്ലോസ്ഡ് നോമിനേഷൻ, എല്ലാത്തിനും ഓപ്പൺ നോമിനേഷൻ വെക്കണ്ടായിരുന്നു. അതിൽ നോക്ക്, ഇപ്പം ഷാനവാസ്, അക്ബർ, ലക്ഷ്മി, ആര്യൻ, നെവിൻ, നൂറ, ഇത്രയും പേരാണ് വന്നിരിക്കുന്നത്. ഇതിനിപ്പോൾ ആരാ പോകുന്നതെന്നറിയാൻ പാടില്ല. നൂറ പോവായിരിക്കും എന്താണ് തോന്നണത്, അല്ലെങ്കിൽ അറിയില്ല ആരായിരിക്കും. ഇനി ആര്യൻ, നെവിൻ, അക്ബർ, ഷോനവാസ് ഷോയാണെങ്കിലും അവിടെ ഇരിക്കട്ടെ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ലക്ഷ്മി അല്ലെങ്കിൽ നൂറയിൽ ഇതിലാരെങ്കിലും പോവായിരിക്കും. അല്ല, പറയാൻ പറ്റില്ല. നെവിന് ഇത്രയും നാളങ്ങനെ വലിയ വോട്ട് ബാങ്ക് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്യന് ചിലപ്പോൾ വോട്ട് കിട്ടുമായിരിക്കും കൂട്ടത്തിൽ, അറിഞ്ഞൂടാ. അതോ ഇനിയിപ്പോൾ ആര്യൻ പോകുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ, ആര്യൻ പോയി കഴിഞ്ഞാൽ അതൊരുമാതിരി അത് ശരിയായിട്ടുള്ളൊരു ഇതായിരിക്കത്തില്ല. കാര്യം അത് അവൻ്റെ ഗെയിമൊക്കെ ഒരുപാട് മാറിയൊരു മറ്റേ ക്രിഞ്ചിനെസ് ഒക്കെ കുറഞ്ഞ് നല്ലൊരു നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരിത് ഉള്ളൊരു ആളാണ്. ടിക്കറ്റ് ഫിനാലയിലൊക്കെ എന്തായാലും ആര്യനും കൂടെ ഉണ്ടാവണം. ടാസ്കിൻ്റെ കാര്യമൊക്കെ വരുമ്പം ടോപ്പ് 5 വരേണ്ട ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പം എനിക്കറിയില്ല, നൂറയാണ് ഇപ്പം കൂട്ടത്തിൽ ഒന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് നിൽക്കുന്നത്. പൂമ്പാറ്റകളിൽ ഒരു പൂമ്പാറ്റയുടെ ചിറകരിയേണ്ട സമയമായി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പിന്നെ ലക്ഷ്മിയുടെ ഇന്നത്തെ ദിവസത്തെ വെറുപ്പീര് അസഹനീയമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ലക്ഷ്മി ഇടയ്ക്ക് ഇങ്ങനെ ടാക്ടിക്കലായിട്ടൊക്കെ ഇങ്ങനത്തെ ഇപ്പോൾ ഷോനവാസിൻ്റെ അടുത്തൊക്കെ ഇറങ്ങുന്ന ഒരു ടാക്ടിക്സ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ കാര്യം. അക്ബറാണെന്ന് വളരെ വിദഗ്ധമായി അതൊന്ന് സോൾവായി വന്നതായിരുന്നു. ഷോനവാസ് അങ്ങോട്ട് ആകെപ്പാടെ ഇല്ലാണ്ടായിരിക്കുന്ന ഒരു നിമിഷത്തിൽ വീണ്ടും പുള്ളിക്ക് ഉത്തേജനമായിട്ട് അക്ബറിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വളരെ വിദഗ്ധമായ ആ പ്ലേറ്റ് അങ്ങ് തിരിച്ച് ലക്ഷ്മി മനോഹരമായിട്ടുള്ളൊരു ഗെയിം അങ്ങ് കളിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഇടയ്ക്ക് ഇങ്ങനെ ഒരു മാനിപ്പുലേഷനൊക്കെ ലക്ഷ്മിയുടെ ഭാഗത്തുണ്ട്. പക്ഷേ ഈ ഇന്നത്തെ ദിവസം ആര്യൻ്റെ പുറകെ നടന്ന് ലൂസർ 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 എന്ന് പറഞ്ഞ് നടന്നത് വളരെ ശോക ഇടപാടായിരുന്നു. അങ്ങനെ ലൂസർ ലൂസർ എന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ കുറേ നേരം അത് പിടിച്ചു നിന്നു. സിറ്റുവേഷൻ അൺഫെയർ ആയിട്ട് പോലും ഇപ്പം അനുമോളുടെ ഇതിൽ നിന്ന് ലോവർ സൈഡിൽ നിന്നത് ഒരു ഭാഗത്ത്, അതിന് പുറമെ അനുമോൾ പോയി കഴിഞ്ഞപ്പോൾ ആ നടുക്കത്തെ ആ കയറിൻ്റെ വെയിറ്റും കൂടെ ഒരു സൈഡിൽ വരുന്നത്, അത് വേറൊരു ഇതിൽ വേണമെങ്കിൽ പുള്ളിക്ക് ആ കയറെടുത്തിട്ട് ഒന്നെങ്കിൽ അനുമോളുടെ അറ്റം പിടിക്കുകയോ അല്ലെങ്കിൽ ആ കയറ് അതങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുമോ, കൈ വിടുന്ന രീതിയിലാവുമായിരിക്കും അല്ലേ. കയറ് വേണമെങ്കിൽ എടുത്തിട്ട് പുള്ളിയുടെ ആ മറ്റേ കയ്യിൽ ചുറ്റുമോ, അങ്ങനെ എന്തെങ്കിലും കാര്യം. വേറെ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും എക്സ്ട്രാ സ്ട്രെയിൻ ആവും. അതൊരുമാതിരി എന്താ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. ഈ ക്യാപ്റ്റൻസിയിലൊക്കെ എന്തിനാണ് ബിഗ് ബോസ് ഇമാതിരി ഇതൊക്കെ കൊടുക്കുന്നത്? എന്തോ കയറും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തോന്നു. വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കുകയാണ്. പിന്നെയുണ്ട് അനുമോളാണെങ്കിൽ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് ക്യാപ്റ്റനാക്കും ബിഗ് ബോസ്, എന്നെ അങ്ങ് ക്യാപ്റ്റനാക്കും. കാരണം നിന്നെ ക്യാപ്റ്റനാക്കാനല്ലേ ബിഗ് ബോസ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ എന്തൊക്കെ എന്തൊക്കെ കലാപരിപാടികളാണ്. ആര്യനാണെങ്കിൽ ഡബിൾ മീനിങ് പറയുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത്. അനുമോൾ ഡബിൾ മീനിങ് പറയത്തില്ല. അനുമോളല്ലേ ഈ പറഞ്ഞ പോലെ മറ്റേ കുലസ്ത്രീ വർത്താനവും മറ്റേ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ പുതപ്പിനടി ചെയ്തു, അത് ഡബിൾ ഒന്നുമല്ല, ട്രിപ്പിൾ ഫോറബിൾ മീനിങ് ഒക്കെയാണ് അനുമോൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരുന്നു. അയ്യോ, എനിക്കറിയാൻ പാടില്ല. വന്ന് എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെ നടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയിലാണ്. ഇപ്പം നീയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണെങ്കിൽ ടോപ്പ് 5 ടോപ്പ് 10 ഒക്കെ ആക്ക്. വന്ന് ബോറടിച്ച് തുടങ്ങി എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ്. കുറച്ച് കാര്യങ്ങൾ ഒരു എന്താ പറയുക, ടിക്കറ്റ് ഫിനാലെയൊക്കെ ഇട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഇനി എത്ര ആഴ്ച കൂടെ ഉണ്ട്? ഇനി ആകെപ്പാടെ 3 ആഴ്ച ഉള്ളല്ലേ. ഒരു 2 ആഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടിക്കറ്റ് ഫിനാലെയൊക്കെ ഒരുക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഗംഭീരമാക്കേണ്ട ബിഗ് ബോസ്. ഇതിപ്പോൾ 70 ദിവസമായില്ലേ, ഇനിയൊരു 30 ദിവസം കൂടെ 30, 31, 39, 36 ദിവസമല്ലേ ഉള്ളൂ ഇനി.
കാര്യങ്ങളൊക്കെ ഒന്ന് കൊഴിപ്പിക്കേ ബിഗ് ബോസ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഇനിയും ക്ലോസ് നോമിനേഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഓപ്പൺ നോമിനേഷൻ വെക്കുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുക. ഒരാളെ തന്നെ ഒരു 10 പേര് കൂടെ ചേർന്ന് ഒരാൾക്ക് 4ഉം 5ഉം വോട്ടൊക്കെ കൊടുത്ത് അയാളെ കൊണ്ടുവരുന്നതിന് എന്തോന്ന് കാര്യത്തിന്. ഇന്നിപ്പം ഈ ഒരു എവിക്ഷൻ്റെ അകത്ത് അനുമോളില്ല, അനീഷില്ല, ആദിലയില്ല, സാബുമാനില്ല, ഇവരൊന്നുമില്ല. സാബുമാനാണല്ലോ ഇതിൻ്റെ അകത്ത് നോട്ടാ വോട്ട് എന്നുള്ള രീതിയിലാണ് അനുമോളിൻ്റെ പി ആർ ആയിട്ടുള്ള വിനു, അല്ല സോറി പി ആർ എന്ന് പറഞ്ഞു, ഒ ആർ എം ആയിട്ടുള്ള വിനു അദ്ദേഹം പറഞ്ഞു. വളരെ കറക്റ്റായിട്ടുള്ളൊരിതാണ്. നോട്ടയായിട്ടാണ് പുള്ളീനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാൾ. മറ്റുള്ള ആൾക്കാർ നല്ല കണ്ടസ്റ്റൻസിനൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് സാബുമാനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല, സാബുമാൻ ഗെയിം മാറ്റി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അക്ബറിലേക്ക് ഗെയിം മാറ്റി എന്നുള്ളതല്ലാതെ എനിക്കറിയില്ല. ഇനിയിപ്പം സാബുമാൻ എന്താണേലും സാബുമാൻ തുടരും, ടോപ്പ് 5 എത്തുമെന്നാണ്. ഈ ആഴ്ച നോമിനേഷനിലും ഇല്ല. ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ ഔട്ടാകും എന്നുള്ളൊരു ഇതിലോട്ടാണ്. എനിക്കറിയില്ല, നൂറ് പോവുകയാണെങ്കിലായിരിക്കും തമ്മിൽ, അല്ലെങ്കിൽ പിന്നെ ആരാ, ലക്ഷ്മി. എനിക്കറിയില്ല, ഇന്നത്തെ വെറുപ്പീര് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചു ലക്ഷ്മിനെ ഒന്ന് പിടിച്ച് പുറത്താക്കും. ലൂസർ എന്ന് പുറകെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു, എന്നിട്ട് ഒരു തേങ്ങയും ചെയ്തുമില്ല. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണോ അവിടെ നടക്കുന്നത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ടാസ്കുകളൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ. അന്നത്തെ ആ സീക്രട്ട് ടാസ്ക് കൊണ്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. അതുപോലെ എന്തെങ്കിലും മനോഹരമായിട്ടുള്ള ഗെയിമുകളൊക്കെ ഇറക്കും എൻ്റെ ബിഗ് ബോസ്. ചുമ്മാ ഇങ്ങനെ ഇവിടെ കിടന്നുകൊണ്ട് എന്തുവാ അറിയില്ല. ഇപ്പം ഇതൊക്കെയാണ്. ലാലിച്ചൻ വീക്കെൻഡിൽ വന്നിട്ട് പി ആർ ചോദ്യം ചെയ്തതും എല്ലാം വളരെ നല്ല ഇതായിരുന്നു. ഏട്ടൻ്റെ സൺഡേ എപ്പിസോഡിൽ ഡ്രസ്സൊക്കെ നല്ല നൈസായിരുന്നു. പി ആറിനെതിരെ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസിന് ചെയ്യാൻ പറ്റണം. കാര്യം ഈ വോട്ടുകളുടെ കാര്യത്തിൽ ഒരു ബോട്ട് ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നതിനൊക്കെ ബിഗ് ബോസിന് തടയാൻ സാധിക്കേണ്ടതല്ലേ ബിഗ് ബോസ് ടീമിന്. അപ്പം പിന്നെ ഈ സസ്പെൻസ് വെളിവിടുന്ന പരിപാടിയൊക്കെ എന്തോ ആൾക്കാരൊക്കെ കുറച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. അത് വളരെ നല്ലൊരു ഇതായിരുന്നു. ബിന്നിയാണ് ഔട്ടാവുന്നതെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ പക്ഷെ ഞാൻ കണ്ടു. ഞാൻ എപ്പിസോഡ് കാണുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു ഇത് തമ്നെയിൽ എന്തോ ഒരു ഇതിൻ്റെ ഇത് അറിയാണ്ട് കണ്ടുപോയി. അങ്ങനെ എനിക്ക് മനസ്സിലായി ബിന്നിയാന്നുള്ളത്. ബട്ട് എന്താണെങ്കിലും അതിൻ്റെ ഒരു അതിപ്രസരം അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ സസ്പെൻസ് ലീക്കാവുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ നല്ല ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളൊക്കെ വെച്ച് ബിഗ് ബോസ് ഈ ആഴ്ച മനോഹരമാക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ബിഗ് ബോസ് സീസൺ 8 വരുന്ന സമയത്ത് ഈ മറ്റേ പെങ്ങളൂട്ടി കാർഡ്, കരച്ചിൽ കാർഡ്, നന്മമരം കാർഡ്, ഈ കാർഡുകളൊക്കെ പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ കോമണർ കാർഡ്, പി ആർ കാർഡ്, ഈ 2 കാർഡും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ പറഞ്ഞ കാർഡുകളെല്ലാം വലിച്ചു കീറുമെന്ന് പറഞ്ഞിട്ട് ഇതിനുള്ള കാർഡുകൾ തന്നെ വലിച്ചു കീറിയിട്ടില്ല മര്യാദയ്ക്ക്. ഇനിയിപ്പം പുതുതായിട്ട് ഈ 2 കാർഡുകൾ കൂടെ ചേർത്താൽ 16 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണല്ലോ പറയുന്നത് അനുമോൾ. അറിയില്ല, അനുമോളിൻ്റെ പി ആറും ഉണ്ട്, ഒ ആർ എമ്മും ഉണ്ട്. ഇത്ര വലിയ സംഭവമായിരുന്നു എൻ്റെ അനുമോൾ. എന്തായാലും അനുമോൾ ഈ ആഴ്ച നോമിനേഷനിലില്ല. ടോപ്പ് 5 എൻ്റെ ടോപ്പ് 5 ഇപ്പം ഞാനൊരു പ്രഡിക്ഷൻ ഇങ്ങോട്ട് വേണമെങ്കിൽ നടത്താം. മിക്കവാറും ഇവരിൽ പകുതി മുക്കാലും പേര് എലിമിനേറ്റ് ആവും. എന്നാലും അനുമോൾ ഉറപ്പായിട്ടും ടോപ്പ് 5 വേണമെങ്കിൽ വിന്നറും കൂടെ ആകുമെന്നുള്ള രീതിയിൽ അനുമോൾ എന്തായാലും ഉണ്ടാകും. പിന്നെ ആദില നൂറമാരിൽ ആദില ചിലപ്പോൾ വരാനുള്ള സാധ്യതകൾ വേണമെങ്കിൽ പറയാം. കാര്യം പൂമ്പാറ്റകളിൽ ആദില ഇപ്പോൾ ചുവട് മാറ്റിയിരിക്കുകയാണല്ലോ. ഷാനവാസിനെ പെങ്ങളൂട്ടി എന്നുള്ള ടാഗിൽ നിന്നും മാറി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൽ ഷോവനിസമൊക്കെ എടുക്കുകയും നോമിനേഷനിൽ വരാതിരിക്കുകയും ചെയ്തു. അവിടെയും ഷാനവാസ് പെങ്ങളൂട്ടിയായിട്ടുള്ള, അതായത് ഇവർ തമ്മിലൊരു മെയിൽ ഷോവനിസ്റ്റ് എന്നുള്ള രീതിയിൽ ഷാനവാസിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ ആദില നൂറമാർക്കിടയിൽ ഉണ്ടായെന്നുള്ള വിവരം ആദില തന്നെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നുള്ള രീതിയിൽ ഇമോഷണൽ മാനിപ്പുലേഷൻ ഒന്ന് നമ്മുടെ ഷാനവാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഇതേ ഇമോഷണൽ മാനിപ്പുലേഷൻ വെച്ചിട്ടാണ് ഈ വീട്ടിലുള്ള പകുതി മുക്കാലും പേരെ തളച്ചിട്ടിരുന്നത്. ഇപ്പോൾ അക്ബറിനൊക്കെ എതിരായിട്ട് മറ്റേ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നവും അതെല്ലാം അങ്ങനെയുള്ള കാര്യത്തിൽ ഇമോഷണലി ഇത് പറഞ്ഞ് കരഞ്ഞ് മെഴുകിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അക്ബർ ഒതുങ്ങിപ്പോയത്, ഇങ്ങേർക്കെതിരെ ഗെയിം കളിക്കാൻ പറ്റാതെ.
അതേ ട്രിക്ക് തന്നെയാണ് നമ്മുടെ അനീഷിൻ്റെ അടുത്തും. ഇതെല്ലാം ഈ ഒരു മെഡിസിൻ കാർഡ്, ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്താണ് ഇയാൾക്കെതിരായിട്ടുള്ള പകുതി മുക്കാലും വോയിസുകൾ കുറച്ച് കൊണ്ടുവന്നത്. പിന്നെ ബിന്നി ലക്ഷ്മി പോലുള്ള കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കെതിരെ ശബ്ദിക്കാനായിട്ട്. കാര്യം അക്ബർക്ക് ആ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന അക്ബറൊന്നും പിന്നെ ഇല്ലാണ്ടായി. പിന്നെ അനീഷിൻ്റെ ഇതിൽ ലാലേട്ടൻ തന്നെയാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് തുടക്കം കുറിച്ചതും. നിങ്ങൾ തമ്മിലൊരു ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ പഠിക്കൂ അനീഷ്, വാതിലുകൾ തുറന്നിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ കൊണ്ട് ഈ വാതിലും തുറന്നിടിയിപ്പിച്ചിട്ട് ഇപ്പം അത് ഇവർക്ക് തന്നെ ഒരു ബേർഡനാണ്. കാര്യം വീക്കെൻഡിൽ ആരെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുമ്പം ഷാനവാസിൻ്റെ പേര് പറഞ്ഞില്ല. അതെന്താ ഷാനവാസിൻ്റെ പേര് പറഞ്ഞു, ഫ്രണ്ടല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കും. അങ്ങനെ അനുമോളുടെ പേര് പറഞ്ഞതിനാണ് ഷാനവാസിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചത് അതെന്താ അനീഷിൻ്റെ പേര് വിട്ടുപോയത്. അത് ചുമ്മാ ഇവർ തന്നെ ഇട്ട് കൊടുത്ത് ഇവരെ കൊണ്ട് എന്താ പറയുന്ന ഒരു ഫോഴ്സ്ഡ് ബോണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് പിന്നെ അത് അവരുടെ തലയിലോട്ട് വന്നൊരു ഇതാണ്. ഇപ്പം ആദില നൂറന്മാരെന്തായാലും ആദില എന്താണേലും ഗെയിം മാറ്റാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഷോനവാസിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. അതും നീ നോമിനേറ്റ് ചെയ്ത 2 വോട്ടുകളിൽ ഒരെണ്ണം നീയല്ലേ എന്നുള്ള രീതിയിൽ ഷോനവാസ് ഇന്ന് ആദിലയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആദില അല്ല, ഞാൻ വേറെ ആൾക്കാർ ചെയ്ത വേറൊരാൾ എന്നോട് പറഞ്ഞു എന്നൊക്കെയുള്ള രീതി ഉരുണ്ട് കളിക്കാൻ നോക്കി. പക്ഷെ അത് കൃത്യമായിട്ട് ഷോനവാസിന് മനസ്സിലായിട്ടുണ്ട്. എന്താണെങ്കിലും ഇവർക്കെതിരെ ഇനിയിപ്പം പുള്ളി ഇനി വരുന്ന ആഴ്ചകളിൽ പറയാൻ പോകുന്നു, ഞാൻ എൻ്റെ പെങ്ങന്മാരായിട്ട് കണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ നെവിനെതിരായിട്ടുള്ള ഇഷ്യൂ പോലും ഇവർ ഷോനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പറഞ്ഞതാണ്. പക്ഷെ അത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇതെടുത്തിടേണ്ട വന്നു എന്നുള്ള രീതി മാനിപ്പുലേറ്റ് ചെയ്ത ആളാണ് ഷോനവാസ്. അപ്പം ഇനിയുള്ള ഗെയിമുകളിൽ ഈ ആതിര നൂറന്മാരിൽ ആരാണ് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഗെയിമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ടോപ്പ് 5ലേക്ക് എത്താനായിട്ടുള്ള ഒരു സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ആദിലയിലാണ് പ്രതീക്ഷ. കാര്യം നൂറേനെ മിക്കവാറും ആൾക്കാർ നിൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ ധാരാളം മതി, ഇനി വീട്ടിൽ പോയിരുന്നോ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആദില ഇപ്രാവശ്യം ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും ചിലപ്പോൾ നൂറ സേവായി പോകാനുള്ള സാധ്യതകളുമുണ്ട്. അതായിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഒരാൾ പെട്ടിയും ഒരാൾ ടൈറ്റിലും എടുക്കാനുള്ള അവരുടെ ആ ഒരു പദ്ധതിയിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. എന്താണെങ്കിലും ആദിലയാണ് എൻ്റെ ഒരു ടോപ്പ് 5ൻ്റെ അകത്ത് ഇപ്പോൾ സ്ഥാനം നേടിയിരിക്കുന്നത്. ആര്യൻ ഞാൻ കാണുന്നുണ്ട് ഈ ആഴ്ച പോയില്ലെങ്കിൽ. പിന്നെ അക്ബർ വരുമായിരിക്കാം. 5ാമത്തെ സ്പോട്ടിൽ ഷാനവാസ്, അനീഷ്, ആദില, അനീഷ് ഇവരിലാരെങ്കിലും ഒരാൾ. പിന്നെ 5ാമത്തെ സ്പോട്ടിൽ ഷാനവാസ് അല്ലെങ്കിൽ നെവിൻ വരാനായിട്ടുള്ള. നെവിന് ഈ ആഴ്ച പോവും എനിക്കറിയില്ല. നെവിനൊക്കെ എന്തെങ്കിലും വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടോ? മറ്റേ ഷാനവാസിൻ്റെ പോലെ വീട്ടിൽ നിന്ന് മറ്റേ കൊച്ചു വന്നപ്പോൾ പോലെ അങ്ങനത്തെ കുട്ടി ഫാൻസ് നെവിനുള്ളോ, അത് പ്രോപ്പർ ഉണ്ടോ എന്നറിയില്ല. ഒരു നോമിനേഷനിൽ അങ്ങനെ അധികം വരാറില്ലാത്തതുകൊണ്ട് നെവിൻ എങ്ങനെ ഉണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ സാബുമാൻ തുടരും. ടോപ്പ് 5 ടിക്കറ്റ് ഫിനാലെ ആയിരിക്കും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്താണേലും അതൊക്കെയാണ് ഇപ്പം ഈ ആഴ്ചകളിൽ നടന്നത്. അടുത്ത ഇതിപ്പം 1 മാസം കൂടെ ഉള്ളല്ലോ ബിഗ് ബോസ്. അടുത്ത ആഴ്ചകൾ തൊട്ട് ഞാൻ തമിഴിൻ്റെ ഇപ്പം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. തമിഴിൽ ചെയ്യുന്ന പോലെ ഓരോ ദിവസത്തെയും നോട്ട് ചെയ്ത് വെച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശകലനങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് പദ്ധതി ഇടുന്നത്. അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ് വീക്ക് 10 ലേക്ക് കടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ അറിയില്ല അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും. ഈ ആഴ്ച ആരായിരിക്കും പോകുന്നതെന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നുള്ളത് പറയുക. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കൂടുതൽ പേരും അനുമോൾ പോകുമെന്നുള്ള രീതിയിലാണ് വോട്ട് ചെയ്തിരുന്നത്. പിന്നെ ആൾക്കാർ നെവിനും സാബുമാനും വോട്ട് ചെയ്തവരുണ്ട്. പക്ഷേ ബെന്നിക്ക് വോട്ട് ചെയ്ത ഒരു 11% നിങ്ങളാണ് ശരിയെന്ന് കാലം തെളിയിച്ചു. നിങ്ങളുടെ പ്രഡിക്ഷൻ ശരിയായിരുന്നു. കൺഗ്രാജുലേഷൻസ്. ഇനി മുതൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെയും ബിഗ് ബോസ് തമിഴിൻ്റെയും നോമിനേഷൻ പോളുകൾ ഞാൻ ഇടാം. അത് കൺഫ്യൂഷൻ ആവുമോ എന്നുള്ളത് ഒരു ഇതുണ്ട്. എങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഈ ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ആളുകളെ വോട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. നല്ല കണ്ടസ്റ്റൻ്റ് ഒന്നും പോകാതെ മേ ബി നൂറ പോകുന്നതായിരിക്കും നല്ലത്. കാര്യം ആദിലയുടെ നിഴലായി നിൽക്കാൻ എന്നുള്ളതല്ലാതെ ഇതുവരെ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല. അപ്പം നോക്കാം പൂമ്പാറ്റകൾ തുടരുമോ അതോ
ഈ കൂട്ടത്തിൽ നിന്ന് ഇനിയിപ്പോൾ ആരാ, ലക്ഷ്മി, ആര്യൻ, നിവിൻ, ഷാനവാസ് എന്തായാലും പോവില്ല. ബാക്കിയുള്ളവരിലാണ് നമുക്ക് ടെൻഷൻ, ഇവരെല്ലാവരാണ് പോകുന്നതെന്നുള്ളത്. എന്താണ് അതിനെ നമുക്ക് കണ്ടറിയാം. അപ്പം ഈ ആഴ്ച ഇതൊക്കെ പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും ഒന്നും അങ്ങനെ എൻ്റെ മൈൻഡിലോട്ട് വരുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉങ്ക വീട്ടു പിള്ളയെ നനച്ച് എന്നെ മன்னிச்சுக்கோங்க. അടുത്ത തവണ കൃത്യമായി നോട്ട് ചെയ്ത് പറയാം. അപ്പോൾ അതുവരയ്ക്കും ഉங்களிடம் നിന്ന് விடை பெறுவது உங்கள் நான்.